Hi friends, welcome back to our channel. ഇന്ന് ഞങ്ങൾ ചെയ്യാൻ പോകുന്ന ഒരു വീഡിയോ ഒരു കുക്കിംഗ് വീഡിയോയാണ്. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. ഇഞ്ചം പുളി അഥവാ ഇഞ്ചി കറിയെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇതിനായിട്ട് ആവശ്യമുള്ള ചേരുവകളൊക്കെ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. തേങ്ങാക്കൊത്ത്, ചെറുതായി അരിഞ്ഞ ഇഞ്ചി, ചെറിയ ഉള്ളി അരിഞ്ഞത്, പച്ചമുളക്, മുളക് പൊടി, കറിവേപ്പില, മഞ്ഞൾപ്പൊടി, കടുക്, കായം, വാളംപുളി, ഉലുവാപ്പൊടി, ഉപ്പ്. ആദ്യമായിട്ട് ചൂടാക്കിയ ചീനിച്ചട്ടിയിലേക്ക് അരക്കപ്പ് വെളിച്ചെണ്ണ ഒഴിക്കുക. നന്നായി ചൂടാക്കിയ ഈ ചട്ടിയിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തുകൾ ഇടുകയാണ്. ഇത് ചില സ്ഥലങ്ങളിലൊക്കെ ഈ തേങ്ങാക്കൊത്ത് മിക്സിയിലിട്ട് പൊടിച്ചാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ നമ്മളിവിടെ ഇത് മുഴുവനെ തന്നെ ഇട്ട് ബ്രൗണിഷ് കളറാകുമ്പോൾ മാറ്റുകയാണ് ചെയ്യുന്നത്. ഈ തേങ്ങാക്കൊത്ത് നല്ല രീതിയിൽ ഇപ്പോൾ ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. ഇതേതാണ്ട് ഒരു ബ്രൗണിഷ് കളറിലെത്തണം. ഇതിപ്പോൾ ബ്രൗണിഷ് കളറിലേക്ക് എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇത് പ്ലേറ്റിലേക്ക് മാറ്റാം. അതിനുശേഷം വൃത്തിയായി അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചി ഈ വെളിച്ചെണ്ണയിലേക്ക് ഇടുകയാണ്. ഇഞ്ചി നന്നായിട്ട് മൂക്കണം. ഇഞ്ചിക്കുള്ളിൽ വെള്ളമയം ഉള്ളതുകൊണ്ട് സമയമെടുത്തേക്കാം മൂക്കുന്നതിന് വേണ്ടി. ഇപ്പോൾ നമ്മുടെ ഈ ഇഞ്ചി നന്നായിട്ട് മൂത്തിട്ടുണ്ട്. അതിനുശേഷം ഈ അരിഞ്ഞു വെച്ചിട്ടുള്ള കുഞ്ഞുള്ളി ഇതിലേക്ക് ഇടുകയാണ്. അതോടൊപ്പം അരിഞ്ഞു വെച്ചിട്ടുള്ള 2 പച്ചമുളക് കൂടെ ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. കൊച്ചുള്ളി കൂടുതലായിട്ട് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത് ടേസ്റ്റ് മേക്കർ എന്ന രീതിയിലാണ്. കുഞ്ഞുള്ളി നന്നായിട്ട് മൂക്കണം, അല്ലെന്നുണ്ടെങ്കിൽ ഇത് വളിച്ചു പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇതിലേക്ക് നമ്മൾ 3-4 അല്ലി വെളുത്തുള്ളി അരിഞ്ഞതൂടെ ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് നന്നായിട്ട് ഉള്ളിയൊക്കെ മൂത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള പുളിവെള്ളം ഒഴിക്കുകയാണ്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ആവി തട്ടാതെ കൈ പൊക്കി പിടിച്ച് വേണം ഈ പുളിവെള്ളം ഇതിലേക്ക് ഒഴിക്കാൻ. ഈ പുളിവെള്ളം ഒരുമാതിരി ചൂടായതിന് ശേഷം ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർക്കാവുന്നതാണ്. ഇത് അടിക്ക് പിടിക്കാതെ നന്നായിട്ട് ഇളക്കി കൊടുക്കേണ്ടതാണ്. വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്ത് ഇതിലേക്ക് ഇനിയും ഇടാം. ഇതിലേക്ക് സ്വല്പം മഞ്ഞൾപ്പൊടി ഇടാവുന്നതാണ്. അതുപോലെ തന്നെ ഒരു നുള്ള് ഉലുവാപ്പൊടിയും ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള കായപ്പൊടിയൂടെ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് ഇളക്കുക. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പുപൊടിയൂടെ ചേർക്കുക. ഇനി നമ്മൾക്ക് കടുക് വറുത്ത് കറിവേപ്പിലയും താളിച്ച് ഇതിലേക്ക് ഇടാവുന്നതാണ്. ആവശ്യമെങ്കിൽ മാത്രം എരിവ് കൺട്രോൾ ചെയ്യുന്നതിനായിട്ട് ഉണ്ടശർക്കര അതല്ലെങ്കിൽ പഞ്ചസാര ഉപയോഗിക്കാവുന്നതാണ്.
ഇപ്പോൾ മനോഹരവും രുചിപ്രദവുമായിട്ടുള്ള ഇഞ്ചമ്പുളി അഥവാ ഇഞ്ചി കറി തയ്യാറായിട്ടുണ്ട്. ആ കൂട്ടയിലൊരു ശകലം ഇനി എന്താ ഞാനിവിടെ ഒന്ന് നോക്കട്ടെ. നേരാ, നല്ലതാ. നിങ്ങൾക്കും ഈ വിഭവം വീട്ടിലുണ്ടാക്കി ട്രൈ ചെയ്യാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബായ്.